ചില ആളുകൾ പറയാറുണ്ട്, നിങ്ങളെ അഭിപ്രായം മാറ്റരുത്. അപ്പം മറ്റേ എതിരെ നിൽക്കുന്ന ആൾ പറയും, അഭിപ്രായമല്ലേ മാറ്റാൻ പറ്റൂ, വാക്കല്ലേ മാറ്റാൻ പറ്റൂ. എല്ലാ കാലത്തും നമ്മൾ പറയും അഭിപ്രായം ഇരുമ്പുലൊക്കെയല്ല എന്ന്. നമുക്ക് ഒരഭിപ്രായത്തിൽ ചിലപ്പോൾ ഈ കാലത്തിൻ്റെ വ്യത്യാസമനുസരിച്ച് അതേപോലെ ഉറച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ളത് ഒരു പ്രപഞ്ച സത്യമാണ്. ഓരോ കാലത്തും നമ്മൾ പരീക്ഷിക്കപ്പെടും. നമ്മുടെ വാക്കുകൾ ചിലപ്പോൾ ചോദ്യം ചെയ്യപ്പെടും, ചില വാക്കുകൾ മാറ്റും. മന്ത്രി സജി ചെറിയാൻ വാക്കുകൾ പിൻവലിക്കുന്ന പോലെ അല്ല ഞാൻ ഈ പറയുന്നത്. കാലവും സാഹചര്യവും കാഴ്ചകളും എല്ലാം നമ്മുടെ കാഴ്ചപ്പാടുകളെ മാറ്റിമറിക്കും എന്നതാണ് യാഥാർത്ഥ്യം. എല്ലാ കാലത്തും ഒരേ അഭിപ്രായം വെച്ചു പുലർത്തുന്നവർ സ്വന്തമായി ചിന്തിക്കാൻ കഴിവില്ലാത്തവരാണ് എന്ന് കരുതുന്നവരുണ്ട്. തീർച്ചയായിട്ടും അനുസരിച്ച് കോലം കെട്ടണം എന്നൊക്കെ പറയില്ലേ. ലോകത്ത് എന്തെല്ലാം തരത്തിലുള്ള മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. അത്തരങ്ങൾ ചില ആളുകൾ തങ്ങളുടെ പഴഞ്ചൻ അഭിപ്രായങ്ങളെ തന്നെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് അതുമായി മുന്നോട്ട് പോകും. ഞങ്ങളുടെ നാട്ടിലൊരു ഒരു നേതാവുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അദ്ദേഹവും നമ്മുടെ മുൻ മന്ത്രിയൊക്കെ ആയിരുന്ന ആർ ബാലകൃഷ്ണപിള്ളയെ നല്ല അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നമ്മുടെ ഈ നേതാവിൻ്റെ നാട്ടിലുള്ളൊരു ട്രാൻസ്പോർട്ട് ബസ് ഇട്ടു. അദ്ദേഹം ട്രാൻസ്പോർട്ട് മന്ത്രിയായിരിക്കുമ്പോൾ. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഒരു കാരണവശാലും അവൻ്റെ വണ്ടി ഞാൻ കയറത്തില്ല. ഫലത്തിൽ എല്ലാ ദിവസവും 8 കിലോമീറ്റർ നടന്നു പോയി ബസ്സിൽ കയറേണ്ട അവസ്ഥയായിരുന്നു അദ്ദേഹത്തിന്. അദ്ദേഹം മരിക്കുന്നത് വരെയും അത് പാലിച്ചു എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. അവർ കാലത്തിനൊത്ത് മാറാൻ വൈമുഖ്യം കാണിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവരുടെ അഭിപ്രായങ്ങൾ അനുഭവങ്ങൾക്കനുസരിച്ച് മാറുന്നില്ല. എന്നാൽ ചില ആളുകളുണ്ട് പ്രായോഗികവാദികളായിരിക്കും. കാലത്തിനും ദേശത്തിനും അനുസരിച്ച് അവരുടെ വാക്കുകളും ചിന്തകളും പ്രവൃത്തികളും ഒക്കെ മാറ്റിക്കൊണ്ടേയിരിക്കും. സത്യത്തിൽ വ്യത്യസ്ത ആശയങ്ങളുടെ സിംഫണിയാണ് മനോഹരമായ നമ്മുടെ ഈ ജീവിതം. ഓരോ അഭിപ്രായവും അംഗീകരിക്കുകയും വിലമതിക്കുകയും ചെയ്യുമ്പോഴാണ് ലോകം കൂടുതൽ സുന്ദരമാകുന്നതും നമ്മുടെ പരിസരം ഏറ്റവും കൂടുതൽ വൃത്തിയാകുന്നു. പരിസരം എന്ന് ഞാൻ ഉദ്ദേശിച്ച മാനസിക പരിസരമാണ്. അതുകൊണ്ട് മറ്റുള്ള ആളുകളുടെ അഭിപ്രായങ്ങളെ നമ്മൾ വിലമതിക്കണം. അവരുടെ അഭിപ്രായങ്ങളിൽ കാമ്പും കഴമ്പും ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. എന്തായാലും ഗുണകരമായൊരു മാനസിക മാറ്റത്തിന് നമുക്ക് തയ്യാറെടുത്തേ മതിയാവൂ. കാരണം ലോകം അതിവേഗത്തിൽ മാറുകയാണ്.